കേരളത്തിലെ ജനങ്ങളെ നമുക്കറിയാം, ബുദ്ധിപരമായി രാഷ്ട്രീയക്കായാലും കബളിപ്പിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് ഭക്തിയുടെ പേരിലാണ്. ഞാൻ ഈ അടുത്തിടെ ഉണ്ടായ ഒരു അനുഭവം പറയാം. എൻ്റെ അടുത്ത ഒരു സുഹൃത്ത് ബന്ധക്കോസ്ത് മിഷനറിയിലെ ഒരു പാസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധനാ കേന്ദ്രത്തിലേക്ക് എന്നെ വിളിച്ചു. ഒരു ഞായറാഴ്ച വന്ന് നീ പ്രാർത്ഥിക്കുക, നിന്റെ അനുഭവങ്ങൾ നിന്നെ മാറ്റിമറിക്കും, നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും പറയും. അപ്പോൾ ഞാൻ ഞായറാഴ്ച പോയി പ്രാർത്ഥിച്ചു. ഒരു ഭയങ്കര മോട്ടിവേഷനാണ്. ഒരു ഞായറാഴ്ച ഉച്ചവരെ ഒരുപാട് പാവപ്പെട്ടവർ വന്നു. അവർ കരയുന്നു, അവരുടെ പ്രശ്നങ്ങൾ പറയുന്നു, സാക്ഷികൾ പറയുന്നു. അത് കഴിയുമ്പം അവർക്കൊരു ഭയങ്കര മോട്ടിവേഷനാണ് ഇവർ കൊടുക്കുന്നത്. പിന്നെ അവരുടെ കയ്യിൽ നിന്നെല്ലാം പൈസ പിരിക്കുന്നു. അതിന് പറയുന്നത് നേത്രക്കാഴ്ച എന്നോ മറ്റോ ആണ്. എല്ലാം കൂടെ 10-50,000 രൂപ, 5,000 രൂപ എന്തായാലും പിരിഞ്ഞു കാണും. ചെറിയ 10 രൂപ, ചിലർ 100 രൂപ, ചിലർ 200 രൂപ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒരു 5,000 ഒന്നുമല്ല, ഒരു 10-30 പേരടക്കുന്ന ചെറിയൊരു യൂണിറ്റ്, അത് ചെറിയൊരു പള്ളിയുടെ ഇതാണ്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം എനിക്കുണ്ടായ ഒരനുഭവം, അവിടെ കുറേ ഇത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ എന്നെ ഉപദേശിക്കാൻ വേണ്ടി ഈ പാസ്റ്ററും അവരുടെ ആളുകളെല്ലാം കൂടെ ചേർന്ന് അതിൻ്റെ ഫ്രണ്ടിലോട്ടിരുന്നപ്പം കുറച്ച് ഭിക്ഷക്കാർ പൈസ, അവർ നേരത്തെ ആഹാരം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ അവരോട് ഈ പാസ്റ്ററും അതുവരെ ദൈവത്തിൻ്റെ സാമ്രാജ്യത്തെക്കുറിച്ചും മനുഷ്യൻ്റെ ഇല്ലായ്മയെക്കുറിച്ചും പറഞ്ഞവന്മാർ വളരെ മോശപ്പെട്ട രീതിയിലാണ് പെരുമാറി. അതോടുകൂടി ഞാൻ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ആളുകളുടെ യഥാർത്ഥ സ്വഭാവം പക്ക കള്ളന്മാരാണ്. കേരളത്തിലെ സാധാരണക്കാരെ, രാഷ്ട്രീയക്കാരെക്കാളും കൂടുതൽ കബളിപ്പിക്കുന്നത് ബന്ധക്കോസ്ത് മിഷനറിയിലുള്ളത് അവന്മാരാണ്. സാധാരണക്കാരെ അവർ ശരിക്കും പറ്റിക്കുക. നിങ്ങളത് മനസ്സിലാക്കണം. ഇവന്മാരിൽ നിന്ന് മാക്സ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഇവർ സൈലന്റ് കില്ലേഴ്സാണ് ശരിക്കും.